ഹായ് ഓൾ. അപ്പോൾ നമ്മളിന്ന് ഒരു ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള മലായി ചിക്കൻ എങ്ങനെ ആണ് റെഡിയാക്കുന്നത് എന്നുള്ള റെസിപ്പിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പം ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് മലായി ചിക്കൻ. മലായി എന്ന് കേൾക്കുമ്പോൾ തന്നെ മലായി മീൻസ് ക്രീം എന്നാണല്ലോ. അപ്പോൾ നമ്മൾ ക്രീമാണ് ഇതിനകത്ത് കൂടുതൽ ഉപയോഗിക്കുന്നത്. ക്രീമും കാഷ്യൂനട്ട് പേസ്റ്റും ഒക്കെ ഉപയോഗിച്ച് നമ്മളുണ്ടാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് മലായി ചിക്കൻ. അപ്പോൾ അതിനെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് മലായി ചിക്കന് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനധികം ഒത്തിരി ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ദെൻ ഗ്രീൻ ചില്ലി, നമ്മുടെ സ്പൈസിനനുസരിച്ച്, പിന്നെ 2 സ്മോൾ ഓണിയൻ വേണം. പിന്നെ ചിക്കൻ ഇവിടെ ഞാനൊരു 250 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ ഒരു 15 to 20 നമ്മുടെ കാഷ്യൂനട്ട്, അത് സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ സിമ്പിൾ നമ്മുടെ പെപ്പർ പൗഡറും സോൾട്ടും വെച്ച് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് നമ്മൾ കുക്കറിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കുക്കർ എടുക്കുക, അതിലേക്ക് നമ്മുടെ എണ്ണ ഒഴിക്കുക. എണ്ണ നമ്മുടെ വെളിച്ചെണ്ണയല്ല, നമ്മുടെ കോൺ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. എണ്ണ ഉപയോഗിച്ചതിന് ശേഷം അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യുക. അതായത് പെപ്പർകോൺ, സിനമൺ സ്റ്റിക്ക്, കാടമം, ഇത് നമ്മൾ ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് അരിഞ്ഞ് വെച്ച സവോളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഗ്രീൻ ചില്ലി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മളൊന്ന് വഴറ്റുക. അതായത് ഒരുപാട് നമ്മുടെ ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ ആകേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. നമ്മൾ കുക്കറിൽ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിക്കിട്ടേ മതി. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇത്തിരി സോൾട്ട് നമ്മളൊന്ന് ആഡ് ചെയ്യുക. സോൾട്ട് ആഡ് ചെയ്ത് അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആകുന്നവരെ, നമ്മുടെ ഒരു ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കഴിയുമ്പം നമ്മൾ അരച്ച് വെച്ച 15 to 20 കാഷ്യൂനട്ട് പേസ്റ്റ് സോക്ക് ചെയ്ത് വെച്ച് നമ്മൾ പേസ്റ്റ് ആക്കുക. ആ പേസ്റ്റ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം ആ ഒരു എണ്ണ തെളിയുന്നിടം വരെ ആ പേസ്റ്റും ഈ ഉള്ളിയായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ആ ഒരു എണ്ണ തെളിഞ്ഞ് വന്ന് ഒരു ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് പതിയെ ഒന്ന് ആഡ് ചെയ്യാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം അതും നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മിക്സ് ചെയ്ത് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതും ഒരു നമ്മുടെ ചിക്കൻ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് ആവശ്യമായ പൊടികൾ നമ്മൾ ചേർക്കുക. നമുക്ക് ഒരുപാട് പൊടികളുടെ ഒന്നും ആവശ്യമില്ല. ഒരു ചെറിയ ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡറും ഒരു 1/2 ടീസ്പൂണിന് താഴെ ഗരം മസാലയും പെപ്പർ പൗഡറും മാത്രം ആഡ് ചെയ്താൽ മതി. അത് മിക്സ് ചെയ്ത് ചിക്കനുമായിട്ട് നന്നായിട്ട്, ചിക്കനും ഉള്ളിയൊക്കെ ആയിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുക. ഒരു 1 to 2 മിനിറ്റ്സൊക്കെ നമ്മളൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമായ വെള്ളം ചേർക്കുക. ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് നമ്മൾ കാഷ്യൂനട്ട് പേസ്റ്റ് ഉണ്ടാക്കിയല്ലോ, അപ്പം അതിൻ്റെ വെള്ളം നമ്മൾ മിക്സ് ചെയ്യുന്ന എടുത്ത ആ വെള്ളം, കഴുകിയ വെള്ളമാണ് ആദ്യം ഒഴിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് ചൂടുവെള്ളം അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് കുക്കറിൽ നമ്മൾ അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലിൻ്റെ ആവശ്യമേ നമുക്ക് വരുന്നുള്ളൂ ഈ മലായി ചിക്കൻ റെഡിയാകാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഈ സമയത്ത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അങ്ങനെ കുക്കറിൽ അടച്ച് വെച്ച് 1 മിനിറ്റ് വിസിൽ വരുമ്പോൾ നമ്മളത് വിസിൽ വന്നു കഴിഞ്ഞ് വിസിൽ മൊത്തം കംപ്ലീറ്റ് പ്രഷർ മൊത്തം പോയി കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പം ഇനി നമുക്കതിലേക്ക് ആവശ്യമായ നമ്മുടെ ഫ്രഷ് ക്രീം നമ്മൾ ആഡ് ചെയ്യുക. ഫ്രഷ് ക്രീം ഒരു 1/2 കപ്പ്. ദെൻ കസൂരി മേത്തി, ഫ്രഷ് ക്രീമും കസൂരി മേത്തിയും ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് ചൂടാകാൻ വയ്ക്കുക. അതിനുശേഷം ഇനി അതിലേക്കൊരു ചെറിയൊരു ബട്ടർ ക്യൂബ്സ് ഇട്ട് ഒന്ന് ബോയിൽ ചെയ്ത് നമ്മുടെ കറി റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലായി ചിക്കൻ റെഡിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.